ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ സ്റ്റോറിയാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിക്കാം. മൈ മാരേജ്, എൻ്റെ വിവാഹം. കഴിഞ്ഞ വർഷം എൻ്റെ പാരൻസ് എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കാൻ തുടങ്ങി. Last year my parents started looking for a bride for me. Last year my parents started looking for a bride for me. ഞാൻ കല്യാണത്തിന് റെഡിയായിരുന്നില്ല ആ സമയത്ത്. I was not ready for marriage at that time. I was not ready for marriage at that time. പക്ഷേ അവരെന്നെ ബലമായി നിർബന്ധിച്ചു. But they നീ insisted, ഇപ്പോൾ saying വലുതായി you are getting വരികയാണ്. older. But they insisted, saying, you are getting older. But they insisted, saying, you are getting older. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ സീനയെ കണ്ടു. After a few months, I met Sina. After a few months, I met Sina. അവൾ ദയുള്ളവളായിരുന്നു, നല്ല സ്മാർട്ടായിരുന്നു. അവൾക്ക് മനോഹരമായ ചിരിയുണ്ടായിരുന്നു. She was kind, smart, and had a beautiful smile. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾക്കിടയിൽ അനേകം സാമ്യങ്ങളുണ്ടെന്ന് മനസ്സിലായി. We talked 4 hours and realized we had many things in common. We talked 4 hours and realized we had many things in common. അവസാനം ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. Finally, I said yes. Finally, I said yes. ഞങ്ങൾ ജാനുവരിയിൽ വിവാഹിതരായി. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസം. We got married in January. It was the happiest day of my life. We got married in January. It was the happiest day of my life. ഈ സ്റ്റോറിയിൽ നമുക്ക് 3 സെന്റൻസ് പഠിക്കാം. ഞാൻ ആ വിവാഹത്തിന് തയ്യാറായിരുന്നില്ല എന്നെങ്ങനെ പറയും? I was not ready for marriage. I was not ready for the marriage എന്ന് പറയാം. അവരെന്നെ ബലമായി നിർബന്ധിച്ചു എന്നാണെങ്കിലോ? They insisted. They insisted me. ഓക്കെ, ഇനി ഞങ്ങളുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഒരുപോലെയായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതിലുള്ള സെന്റൻസ് ആണ് we had many things in common. We had many things in common. So if you like this video, please like, subscribe and share my channel.